വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മാത്രമല്ല ഈ സമയത്ത് ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ബ്ലെസ്സിങ് ടുഡേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് വിളിച്ച് ഇപ്പോൾ തന്നെ ഈ ചാനൽ ട്യൂൺ ചെയ്യാൻ പറയുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം കർത്താവെ അങ്ങ് നൽകണമേ. മാത്രമല്ല, കേരളത്തിലുള്ള പ്രോപ്പർട്ടി വിൽക്കുന്നതിന് ഉള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. വേളാങ്കണ്ണി എന്ന സഹോദരിക്ക് എത്രയും വേഗം ഒരു പൈതൽ ഉണ്ടാകാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇളമക്കരയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരിക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് സൗഖ്യം കൊടുക്കണമേ. മകൾക്ക് ഒരു പൈതൽ ഉണ്ടാകുവാൻ വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവ്, ഷീന ബേബിക്ക് വേണ്ടിയും ജോയൽ ബി ജേക്കബിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ അങ്ങ് കൊടുക്കണമേ. ഗുജറാത്തിൽ സ്വന്തമായൊരു ഭവനം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവഭയത്തിൽ ജീവിക്കുവാനും ഭർത്താവിൻ്റെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങൾ ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേഗത്തിൽ ഒരു മറുപടി, ഇത് കൂടാതെയുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി വേഗത്തിൽ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. സഹോദരിയുടെ പേര് മിനി എന്നാണ്. തൻ്റെ മകന് ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിനെ കുറിച്ച് പറയാനാണ് താൻ ഇവിടെ നിൽക്കുന്നത്. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്. തൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് മലയാളം വിഷയം വലിയ ടഫായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തൻ്റെ ഭർത്താവ് ആർമിയിലായിരുന്നത് കൊണ്ട് അവൻ ചെറുപ്പത്തിലെ അവൻ ആർമി സ്കൂളിലാണ് പഠിച്ചത്. മറ്റുള്ള ദേശങ്ങളിലാണ് താൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ മലയാളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 3 വർഷമായി അവരിപ്പോൾ ഇവിടെ ഉണ്ട്, നിലമ്പൂരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിവിടെ ചേർത്തത് കൊണ്ട് മലയാളം അവന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ തട്ടിമുട്ടിയൊക്കെയാണ് അവൻ പാസ്സായി വന്നത്. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ മകനത് വലിയൊരു പ്രയാസമായി മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എല്ലാം എഴുതുന്ന അക്ഷരങ്ങളൊക്കെ തെറ്റായിരുന്നു. 10th നല്ല മാർക്ക് കിട്ടിയാലേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ടെൻഷൻ ഒക്കെ ഈ മകനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി ഇവിടെ വന്ന് പങ്കെടുത്തത്. ഇവിടുത്തെ ഈ ഹാളിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി പങ്കെടുത്തു. അങ്ങനെ അന്ന് ഇവിടെ പ്രാർത്ഥനാ ഡയറിയെക്കുറിച്ച് പറയുന്നത് താൻ കേട്ടു. താൻ ഇവിടെ നിന്നൊരു പ്രാർത്ഥനാ ഡയറി വാങ്ങിക്കൊണ്ട് പോയി ഈ വിഷയം തൻ്റെ മകന് SSLCയിൽ 10ാം ക്ലാസ്സിൽ മലയാളം വിഷയത്തിന് ഉന്നത മാർക്ക് ലഭിക്കണമെന്നും അതിലെഴുതി വെച്ച് ഈ സഹോദരിയും ഈ മകനും രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നടന്ന അത്ഭുതം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നടന്ന SSLC എക്സാമിൽ ഈ മകന് മലയാളം വിഷയത്തിന് ഫുൾ മാർക്ക് ലഭിച്ചു. സാധാരണ ലാംഗ്വേജസിന് അങ്ങനെ ഫുൾ മാർക്ക് ലഭിക്കാറില്ല. ഫുൾ മാർക്ക് ലഭിക്കാനിടയായി.
God. That's ടീച്ചേഴ്സ് പറഞ്ഞത് വലിയ അത്ഭുതമാണ്. കാരണം ഒരു സെൻറ്റൻസ് അവൻ ഫുള്ളായി എഴുതി കഴിഞ്ഞാൽ അതിലൊരു 3-4 തിരുത്തലുകളും എങ്കിലും വേണ്ടിയിരുന്ന സ്ഥലത്ത് ഒരു തിരുത്തലുകളും ഇല്ലാതെ ആ വിഷയത്തിന് ഫുൾ മാർക്ക് ലഭിച്ചത് വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞു. That is really great, really great, really great. തന്നെയുമല്ല, ആ തവണത്തെ എക്സാമിൽ, ബോർഡ് എക്സാമിൽ തനിക്ക് 98% മാർക്കോടുകൂടെ പാസ്സാകുവാനും കർത്താവ് സഹായിച്ചു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. 98% മാർക്കോടെ ബോർഡ് എക്സാം പാസ്സായി. ഞങ്ങൾ എല്ലാവരുടെയും പേർക്ക് കൺഗ്രാറ്റുലേഷൻസ് മോനോട് പറയണം. ഇത് ഒത്തിരി പാരൻസും മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ടെൻഷൻ ഉള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് വീണ്ടും ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് ചേർന്ന് വിശ്വസിക്കാൻ കഴിയും? ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ, ഒരു പരീക്ഷ വരുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം അഭിമുഖീകരിക്കുമ്പോൾ യേശു കൂടെ വരും, കർത്താവ് ഉന്നത ജയം നൽകും. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കൈയുയർത്താമോ? ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ പഠനം മോശമായി വല്ലാത്ത ഭാരത്തോടുകൂടി ആയിരിക്കുന്ന ഭവനങ്ങളിൽ, വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കിടയാക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ആ മോനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഈ അമ്മയെ അനുഗ്രഹിച്ചയക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Today I'm going to speak to you about Jesus did it all for us. യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ചേർന്ന് പറയാം, യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാമോ? യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. Jesus coming to this world all the way down from heaven itself is a great sacrifice. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു വലിയ ഒരു ത്യാഗമാണ്. Suppose you are always traveling in aircrafts. When you go from one place to other place, you always use an aircraft. Very comfortable journey. Quickly you can reach there. നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഒത്തിരി ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ എയർക്രാഫ്റ്റുകൾ, വിമാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ബട്ട് ഇഫ് യു ഡെലിബറേറ്റ്ലി ചൂസ് ടു ട്രാവൽ ഇൻ എ ട്രെയിൻ ഇൻ ദ ഫസ്റ്റ് ക്ലാസ്, that is a sacrifice. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായെന്നിരിക്കുമ്പോൾ നിങ്ങൾ ട്രെയിനിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതൊരു സാക്രിഫൈസ് ആണ്, അതൊരു ത്യാഗമാണ്. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? Because you have the facility to travel by an airplane, but you avoid that, but you choose to travel in a train. നിങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്, എന്നാൽ നിങ്ങളത് മാറ്റിവെച്ചിട്ട് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനെ ത്യാഗമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യമാണത്. And if you choose to travel in a second class, that is further sacrifice. നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു ത്യാഗമാണ്. If you sacrificially travel in a third class, all people will say, yeah, it is further sacrifice. നിങ്ങൾ തേർഡ് ക്ലാസ്സിലാണ് പോകുന്നതെങ്കിൽ എല്ലാവരും പറയും അത് ഭയങ്കരമായ ഒരു ത്യാഗമാണ് അദ്ദേഹം ചെയ്യുന്നത്. But if you choose to travel in a general compartment, see, you have aircraft, but you are traveling in a general compartment with all the rush and all the crowded compartment, that is further sacrifice. നിങ്ങൾക്ക് എയർക്രാഫ്റ്റിൽ, വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എന്നാൽ നിങ്ങൾ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ മൊത്തം തിരക്കാണ്, അത്രയും ജനങ്ങൾ തിങ്ങി നിറയുന്ന അതിനകത്താണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് അതിനേക്കാൾ വലിയ ത്യാഗമാണ്. But if you avoid all such facility and if you walk on earth, that is the most sacrificial thing that you can do.
അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ട്രെയിനും വിമാനവും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കാൽനടയായി യാത്ര ചെയ്ത് ഉദ്ദേശ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ത്യാഗമാണ്. Philippians chapter 2 verse number 6 onwards. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ When we read, the Bible says, even though Jesus was God himself, he sacrificed the divine form and came into this world as a man. അവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ദൈവമായിരിക്കെ തന്നെ ആ സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ദാസരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. And not only that, he died for us on the cross. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി താൻ കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചു. He was originally in heaven. അദ്ദേഹം സ്വർഗത്തിലായിരുന്നു ആദ്യം ഇരുന്നത്. And the throne of Jesus was the highest throne. സ്വർഗത്തിലെ യേശുവിൻ്റെ ഇരിക്കുന്ന ഇരിപ്പിടം, സിംഹാസനം, അത് ഏറ്റവും ഉന്നതമായ സിംഹാസനമാണ്. And 1,000 upon 1,000 angels were every moment they were ministering to Jesus, they were worshiping the Lord. ആയിരക്കണക്കിന് ദൈവത്തിൻ്റെ ദൂതന്മാർ യേശുവിനെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് തന്നെ ഏതു സമയത്തും ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. That Jesus came in the shape of a human being. അങ്ങനെ ഇരുന്ന യേശു കർത്താവാണ് ഒരു മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. Walking on 2 legs. 2 കാലുകളിൽ നടന്ന്. And Jesus had 2 eyes just like we have today. നമുക്കുള്ളതുപോലെ തന്നെ 2 കണ്ണുകളും യേശുവിന് ഉണ്ടായിരുന്നു. Jesus had skin and flesh. യേശുവിന് നമുക്കുള്ളതുപോലെ തന്നെ ത്വക്കും മാംസവും ഉണ്ടായിരുന്നു. And a heart like we have. നമുക്കുള്ളതുപോലെ തന്നെ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. Stomach like we have. നമുക്കുള്ളതുപോലെ വയറുണ്ടായിരുന്നു. Jesus used to sweat. യേശു വിയർക്കുമായിരുന്നു. He felt tiredness. യേശു കർത്താവിന് ക്ഷീണം അനുഭവിച്ചിരുന്നു. He was hungry. യേശു കർത്താവിന് ചിലപ്പോൾ വിശന്നിരുന്നു. Jesus sometimes cried. ചില സമയങ്ങളിൽ യേശു കർത്താവ് കരഞ്ഞു. Sometimes he laughed. ചില സമയങ്ങളിൽ യേശു കർത്താവ് ചിരിച്ചു. A normal human life. സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹമായിരുന്നത്. But he came to this world because he loved you and me. എന്നാൽ ആ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും, എന്നെയും നിന്നെ സ്നേഹിച്ചത് നിമിത്തമാണ്. In the utterance of one word, everything was created. യേശു കർത്താവിൻ്റെ വായിലെ ഒരു വാക്കിനാലാണ് ഈ ലോകത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടത്. That powerful is Jesus. അത്രയും സർവശക്തനാണ് യേശു കർത്താവ്. But that Jesus personally came to this world and lived here 30 plus years, that is a great sacrifice because of his love for us. അങ്ങനെയുള്ള സർവശക്തനായ യേശു കർത്താവാണ് മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് ത്യാഗാത്മകമായി ജീവിച്ച് നമുക്ക് വേണ്ടി തന്നെ ജീവനം തന്നത്. How many of you have watched the movie Passion of the Christ? എത്ര പേർ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവി, സിനിമ കണ്ടിട്ടുണ്ട്? Or any Jesus film? എത്ര പേർ യേശുവിനെ കുറിച്ചുള്ള ഏതെങ്കിലും സിനിമ കണ്ടിട്ടുള്ള, ഫിലിം And കണ്ടിട്ടുള്ള? towards the end of it, we see the sufferings of Jesus. അതിൻ്റെ ആ സിനിമകളുടെ അവസാന ഭാഗത്ത് യേശു കർത്താവ് അനുഭവിച്ച അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ, നേരിട്ട ആ പ്രയാസങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. When I saw the Passion of the Christ for the first time, I covered my face like this. ഞാൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആദ്യമേ കണ്ടപ്പോൾ എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ മൂടി പിടിക്കുവാൻ I ഇടയായി. started sobbing. ഞാൻ എൻ്റെ ഉള്ളിൽ തേങ്ങിക്കരയാൻ തുടങ്ങി. I could not even watch it. എനിക്കത് കാണുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. But do you know something? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? That movie, what we see about Jesus suffering in that movie is nothing compared to what happened really. അന്ന് ആ സിനിമയിൽ കണ്ട കാര്യങ്ങൾ, ദൃശ്യങ്ങൾ, സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോക്കുമ്പോൾ അത് ഒന്നുമല്ല. It was more severe than what we can picturize. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ, ആ സിനിമയിൽ കണ്ടതിനേക്കാൾ വളരെ ദാരുണമായ അവസ്ഥയിലാണ് യേശു കർത്താവ് പീഡനങ്ങൾ അനുഭവിച്ചത്. Jesus suffered in 3 areas of his life. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ 3 മേഖലകളിൽ താൻ പീഡനങ്ങൾ അനുഭവിച്ചു. You can write down. അത് നിങ്ങൾക്ക് ഓരോന്നായി എഴുതിയെടുക്കാവുന്നതാണ്. Number 1, Jesus suffered in his mind. യേശു കർത്താവ് ഒന്നാമതായി ആ പ്രയാസം നേരിട്ടത്, അനുഭവിച്ചത് അത് തൻ്റെ മനസ്സിലാണ്. Hallelujah. ഹല്ലേലൂയ. Jesus suffered where? യേശു കർത്താവ് എവിടെയാണ് പ്രയാസം? Mentally, emotionally. മാനസികമായ സ്ഥലത്താണ് അദ്ദേഹം പീഡനങ്ങൾ അനുഭവിച്ചത്. Usually what we read and what we see and what we think is that Jesus suffered in his body.
നമ്മൾ സാധാരണയായി കേൾക്കുകയും കാണുകയും വായിക്കുകയുമൊക്കെ ചെയ്തത് യേശു കർത്താവ് തൻ്റെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചത്. Many of us are not able to understand what he was going through internally. നമ്മളിൽ പല ആളുകൾക്കും തൻ്റെ ഉള്ളിൽ താൻ അനുഭവിച്ചത് അത് മനസ്സിലാക്കുവാൻ, അത് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. Because Jesus went through a lot of agony and pain in his mind and in the emotional area. യേശു കർത്താവ് തൻ്റെ മനസ്സിലും തൻ്റെ ഉള്ളിൽ ഒത്തിരിയധികം വേദനയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ അദ്ദേഹം കടന്നുപോയി. Luke chapter 22 verse number 41. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ up to 44. അതിന്റെ 44 വരെയുള്ള വാക്യങ്ങൾ. This is about Jesus praying in the garden of Gethsemane. ഇത് യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. I have gone there with a team many times into this garden. ഈ തോട്ടത്തിൽ, ഗത്സമന തോട്ടത്തിൽ ഞാൻ ഒത്തിരി സമയങ്ങളിലായി ടീമുകളായി ഞാൻ അവിടെ പോയിട്ടുണ്ട്. And if you want, you can join us next time. അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം വരാവുന്നതാണ്. We can see what the Bible says in front of our eyes. നമ്മൾക്ക് ബൈബിൾ എന്താണ് പറയുന്നത് അത് നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ നേരിട്ട് കാണാവുന്നതാണ്. In the garden of Gethsemane there are a lot of olive trees. ആ ഗത്സമന തോട്ടത്തിൽ അവിടെ ഒത്തിരി ഒലിവ് മരങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. And some of these olive trees were from the time of Jesus, many people believe. ഒത്തിരി ആളുകൾ വിശ്വസിച്ചു പോരുന്നത് യേശുവിൻ്റെ കാലഘട്ടം മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒലിവ് മരങ്ങളാണ് ഇന്നും അവിടെ കാണാൻ കഴിയുന്നത്. So that night when Jesus was arrested, യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്ത ആ രാത്രി he took all his disciples to this garden of Gethsemane where he used to go many times and pray. അന്ന് ആ രാത്രി തൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം വിളിച്ച് അദ്ദേഹം ആ ഗത്സമന തോട്ടത്തിലേക്ക് പോയി. അതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം അവിടെ പോയി ഒത്തിരി സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. Luke 22:41. അവിടെ ലൂക്കോസ് സുവിശേഷം 22:41. He withdrew about a stone's throw beyond them, knelt down and prayed. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. Father, if you are willing, take this cup from me, yet not my will, let yours be done. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. What is the cup mentioned here? ഇവിടെ കാണിക്കുന്ന കപ്പ്, പാനപാത്രം എന്താണ്? The cup is his passion and his crucifixion. ഈ പാനപാത്രം എന്ന് പറയുന്നത് താൻ അനുഭവിക്കേണ്ട പീഡനങ്ങളും ആ ക്രൂശിനെയുമാണ് കാണിക്കുന്നത്. Because he was a prophet, because he was an all-knowing God, he knew what he had to go through. അദ്ദേഹം സർവശക്തനായ ദൈവമായ നിമിത്തവും അദ്ദേഹം ഒരു പ്രവാചകനായ നിമിത്തവും താൻ അനുഭവിക്കാൻ പോകുന്ന വ്യതകളെ പറ്റി അദ്ദേഹത്തിന് നേരിട്ട് അറിയാമായിരുന്നു. He knew that within no time a group of soldiers would come there to arrest him, and after that his passion would start. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പറ്റം ആളുകൾ വന്ന് തന്നെ പിടിച്ച് അതിനുശേഷം തൻ്റെ പീഡനങ്ങൾ, താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. But he prayed, Lord, Father, if it is your will, take this cup away from me, because he knew the severity of it. അദ്ദേഹം ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടങ്ങളുടെ കഠിനത യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. Shall we read the next verse? അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചാൽ 43, an angel from heaven appeared to him and strengthened him. 43-ാമത്തെ വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. He is the creator of all angels. യേശു കർത്താവാണ് സകല മാലാഖമാരുടെയും ദൂതന്മാരുടെയും സൃഷ്ടികർത്താവ്. But now the creator himself is going through such a great pain that a creation, an angel comes to strengthen the creator, the strength giver for everyone. ഇവിടെ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായ അവസ്ഥ ഇതാണ്. ഇവിടെ സൃഷ്ടാവ് വളരെ കഠിനമായ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സൃഷ്ടാവ് തന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടി വന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. Are you listening to this? നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? Do you understand the severity of it? ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ടോ? So Jesus was going through such a great
pain that an angel had to come to strengthen him. യേശു കർത്താവ് ഒരു വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഒരു ദൂതൻ തന്നെ വന്ന് തന്നെ ആശ്വസിക്കത്തക്ക നിമിത്തമുള്ള അത്രയും വലിയ ഒരു വേദനയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ എപ്പിസോഡ് കണ്ട, വചനം കേട്ട, സാക്ഷ്യങ്ങൾ കേട്ട എല്ലാവരെയും കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതിനേക്കാൾ വലുത് ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കേൾക്കാനും അവരുടെ ആ അനുഭവ സാക്ഷ്യം ലോകം മുഴുവൻ അറിയാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മദ്യപാനത്തിന് അടിമകളായ വ്യക്തികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ എന്നോട് ചേർന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഉള്ളിൽ തീരുമാനിക്കുകയും ചെയ്യുക. ഇനി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ പിതാവിന് വേണ്ടിയോ മകന് വേണ്ടിയോ ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുള്ളിൽ വിശ്വസിക്കുക, കർത്താവ് ആ വ്യക്തികളെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ മദ്യപാനികൾ ഈ സമയത്ത് സ്വതന്ത്രമാകട്ടെ. ഐ ബ്രേക്ക് ദ ചെയിൻ and I break the addiction in the name of Jesus. പൂർണ്ണമായി അവർ അതിൽ നിന്നും സ്വതന്ത്രരാകട്ടെ, അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. മാത്രമല്ല, മദ്യപാനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന മോശമായ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ ഈ വ്യക്തികൾ അതിൽ നിന്നുകൂടെ പുറത്തു വരട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ എങ്ങനെ ഒരു വിടുതൽ കൽപ്പിച്ചതിനാൽ നന്ദി പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിടുതലിനായി നന്ദി പറയും. ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് തൈറോയിഡ് സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. അതുപോലെ രുചി തിരിച്ചറിയാൻ കഴിയുന്നില്ല, സ്മെല്ല് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ചിലർ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. കാണുവാൻ കഴിയാത്ത കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച പ്രാപിക്കട്ടെ. കേൾക്കാൻ കഴിയാത്ത കാതുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. സംസാരിക്കാത്തവർ സംസാരിക്കട്ടെ. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ക്യാൻസർ രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. അതുപോലെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് കാൽ പാദത്തിൽ ഉപ്പുറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കീറി ഇരിക്കുന്ന, തൊക്ക് പൊട്ടിയിരിക്കുന്ന ചില വ്യക്തി, അതിനാൽ ഭയങ്കരമായ വേദനയുള്ള വ്യക്തികൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ആണി രോഗം സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. ആസ്മ സൗഖ്യമാകട്ടെ. ന്യൂമോണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
രോഗം ഏതാണെങ്കിലും, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏതാണെങ്കിലും സ്ക്രീനിലേക്ക് കൈകളെ നീട്ടി വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. കുടുംബജീവിതത്തെ സ്പർശിക്കുന്നതിനാണ് നന്ദി. കുടുംബജീവിതത്തിലെ പ്രശ്ന നിമിത്തം ഡിവോഴ്സിന് വേണ്ടി ചിന്തിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ ക്ഷമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബങ്ങൾ ഒരുമിച്ച് മുന്നിലേക്ക് പോകട്ടെ. ദൈവിക സമാധാനം ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ കൊല്ലം, കോട്ടയം 2 സ്ഥലങ്ങളിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ടീം വരികയാണ്. ബ്ലെസ്സിങ് ടുഡേ ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു, നിങ്ങൾക്ക് ഒരു മിറക്കിൾ നടന്നു. പക്ഷേ ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രെയർ ലൈനിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കാണും. പക്ഷേ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് നിങ്ങളത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരണം. അനേകർ അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യട്ടെ. തീർച്ചയായും വരണം. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷുമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി ഇത് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ബുക്ക് വേർഷൻ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ ഡൗൺലോഡ് ചെയ്യാം. എല്ലാ നിലയിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.